Hey guys, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു another വീഡിയോ ഓഫ് ആദിൽ ഹാഷ്. സോ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക് അഡ്രസ് എങ്ങനെ മാറ്റാമെന്നാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എൻ്റെ മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എൻ്റെ വൈഫൈ അഡാപ്റ്ററിൻ്റെയാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ വൈഫൈ അഡാപ്റ്ററാണ്. ഇത് TP-Linkൻ്റെ TL-WN722n എന്ന് പറയുന്ന വൈഫൈ അഡാപ്റ്ററിൻ്റെ മാക് അഡ്രസ്സാണ് ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ഫുൾ സ്ക്രീൻ ആക്കാം. ഓക്കെ, അതിനുശേഷം അടിക്കേണ്ടത് ഇഫ് കോൺഫിഗ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വരുന്ന 3 കാര്യങ്ങളുണ്ട്. 3 എന്ന് പറയുന്നത് നമ്മുടെ അഡാപ്റ്റേഴ്സും അവൈലബിൾ ആയിട്ടുള്ള പെരിഫറൽസിൻ്റെ ഒരു ലിസ്റ്റാണ്. നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാനുള്ള 3 പെരിഫറൽസ് ആണ്. സോ എൻ്റെ അഡാപ്റ്റർ എന്ന് പറയുന്നത് LAN 0 ആണ്. അതായത് ഇതാണ് എൻ്റെ വൈഫൈ അഡാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ്. സോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ മാക് അഡ്രസ് എന്ന് പറയുന്നത് 001144559914 ആണ്. സോ ഇത് എത്തർ എന്ന് പറയുന്നതാണ് നമ്മുടെ മാക് അഡ്രസ്. സോ നമുക്കിപ്പോൾ മാക് അഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടു ബി ഓൺ ദ സേഫ് സൈഡ് നമുക്ക് നമ്മുടെ അഡാപ്റ്റർ ആദ്യം ഷട്ട് ഡൗൺ ചെയ്യാം, അതായത് ജസ്റ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിക്കേണ്ടത് ഇഫ് കോൺഫിഗ് അഡാപ്റ്ററിൻ്റെ സിസ്റ്റം ഉള്ള പേര് ഡൗൺ. ഇപ്പോൾ നമ്മുടെ അഡാപ്റ്റർ ഡൗൺ ആയി ഗൈസ്. സോ അതിനുശേഷം എയർമോനെഞ്ചി ചെക്ക് കിൽ. സോ നമ്മൾ ഈ കമാൻഡ് അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അഡാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മൾ നമ്മുടെ മാക് അഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ടു ബി ഓൺ ദ സേഫ് സൈഡ് ഈ കോഡ് എന്തായാലും അടിക്കുക. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കാണിക്കാത്ത, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ കിൽ ചെയ്യും. അത് നമുക്കിവിടെ കാണാൻ പറ്റും. സോ അടുത്തതായി നമുക്ക് മാക് അഡ്രസ് ചേഞ്ച് ചെയ്യാം. സോ അതിനടിക്കേണ്ടത് ഇഫ് കോൺഫിഗ് LAN 0 HW എത്തർ. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള മാക് അഡ്രസ് സോ 001122455123456733. സോ ഇപ്പോൾ ഗൈസ് നമ്മുടെ മാക് അഡ്രസ് ചേഞ്ച് ആയി. അതിനുശേഷം നമുക്ക് നമ്മുടെ LAN അപ്പ് ആക്കാം. സോ ഇഫ് കോൺഫിഗ് LAN 0 അപ്പ്. സോ ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് മാക് അഡ്രസ് ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇഫ് കോൺഫിഗ്. സോ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ മാക് അഡ്രസ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്ത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മാക് അഡ്രസ്സും ഇവിടെയുള്ള മാക് അഡ്രസ്സും രണ്ട് അഡ്രസ്സാണ് ഗൈസ്. സോ എങ്ങനെയാണ് ഗൈസ് നമ്മൾ നമ്മുടെ മാക് അഡ്രസ് ചേഞ്ച് ചെയ്യുന്നത്? So that's all for this video guys. If you like the video, give a thumbs up. If you love the content in my channel, do subscribe to the channel and wait for more uploads. So that's it guys.